ഹായ്, അതുണ്ടല്ലോ നമ്മളിവിടെ ഓണം ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ബോളി ഉണ്ടാക്കാമെന്ന്. അപ്പം ബോളി ഉണ്ടാക്കി നിൽക്കാം, ബോളി പാൽപ്പായസം. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏതെങ്കിലും ഇങ്ങനെ പഴയ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ബോളി ഉണ്ടാക്കാം. ഞാനതിനാദ്യം പരിപ്പ് ഓൾറെഡി തന്നെ വേവിച്ച് വെച്ചിരുന്നുണ്ട്. ഷിഫ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വേവിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഓൾറെഡി ഞാൻ രാവിലെ വേവിച്ച് വെച്ചിട്ടാണ് പോയത്. ഉണ്ടാക്കുന്നത് പാതിരാത്രിക്കാണ്. എന്നിട്ട് വേവിച്ച് വെച്ച പരിപ്പ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിങ്ങനെ അലുത്തിട്ട് പാനി പോലായിട്ട് വരും. അതങ്ങനെ ആ പാനിയിൽ കിടന്ന് പരിപ്പ് കിടന്ന് വേവണം. പിന്നെ ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ജാതിക്കായും പഞ്ചസാരയും പിന്നെ ഏലക്കയുണ്ട്, ജീരകം, ഇത്രയും കൂടി പൊടിച്ച് വെച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിങ്ങനെ അലുത്ത് ആ പഞ്ചസാര എല്ലാം കൂടെ അലുത്തിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്കത് കുഴച്ചെടുക്കണമല്ലോ, അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പരത്തി എടുക്കുന്നത്. അതിന് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് കടലമാവും കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടി ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ആദ്യം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പ് മിക്സിക്കകത്തിട്ടിട്ട് അരച്ചിട്ട് അതിങ്ങനെ ഉരുട്ടി എടുക്കുക. നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി എണ്ണ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് അതിങ്ങനെ പരന്ന് കിട്ടും. എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ എക്സസ് വരുന്ന മാവ് മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മടുക്കും ഇതിങ്ങനെ ചെയ്ത്. പക്ഷേ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റും കൊണ്ട് പിന്നെ നമ്മൾ പുറത്താകുമ്പോഴത്തേക്കിനാണല്ലോ ഇതൊക്കെ കഴിക്കാൻ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. ഞാനിവിടെ ഒരു ശ്രീലങ്കൻ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കും ഉണ്ട് ഈ സാധനം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അന്നുകൂടി ഞാൻ വിചാരിച്ചതാണ് ഓണത്തിന് ഈ സാധനം എന്തായാലും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പരത്തിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാനും വെച്ചു. ഞാനിത് ചുട്ടെടുക്കുന്നത് നെയ്യിലാണ്. നെയ്യിൽ വേണമെന്ന് നിർബന്ധമില്ലാന്ന് തോന്നുന്നു. എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നെയ്യ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നെയ്യിലാണ് ഇതെടുത്തത്. അപ്പം നല്ലൊരു സ്മെല്ല് വരുവേ. പക്ഷെ നല്ല സ്മെല്ല് നമുക്ക് ശരിക്കും കഴിക്കാൻ തോന്നും. ഞാൻ അധികം മധുരം യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ആർക്കും അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം മധുരം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ആവശ്യത്തിന് മധുരം ഉണ്ടാകാനും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓണത്തിന് ശരിക്കും വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്നത്തെ ആ തിരക്കുകൊണ്ടും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മീൻസ് അധികം മധുരം ബോളിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.